പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഒന്നാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കാണാം. ഇത് നമ്മുടെ രണ്ടാമത്തെ ഭാഗമാണ്, ഭാഗം 2, സയൻസ് ക്യൂസ്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന ഏരിയകൾ ബഹിരാകാശം, സൗരയൂഥം, ISRO, ശാസ്ത്രജ്ഞർ, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യം 26. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ശനി, വ്യാഴം, ചൊവ്വ, നെപ്റ്റ്യൂൺ. ഉത്തരം വ്യാഴം. ഓക്കെ, ഏകദേശം എല്ലാവർക്കും അറിയുന്ന ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. സൗരയൂഥവുമായി ബന്ധപ്പെട്ട് വ്യാഴം. ചുവന്ന ഗ്രഹം ഓർ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഓക്കെ, ശുക്രൻ, ബുധൻ, ചൊവ്വ, ശനി. ഓക്കെ, ഓർത്തു വയ്ക്കുക, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. റെഡി. ഇനി അടുത്തത്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം സിറിയസ്, ധ്രുവ നക്ഷത്രം, സൂര്യൻ, പ്രോക്സിമ സെന്റോറി. ഓർത്ത് വയ്ക്കുക, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മളുടെ തൊട്ടടുത്തുള്ള ആളായ സൂര്യനാണ്. റെഡി. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏത്? ഉപഗ്രഹം എന്നല്ല ചോദ്യം, പ്രകൃതിദത്ത ഉപഗ്രഹം എന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആക്കണം കേട്ടോ. ടൈറ്റൻ, യൂറോപ്പ, ചന്ദ്രൻ, ഫോബോസ്. നമുക്ക് സംശയമൊന്നുമില്ലാതെ പറയാൻ പറ്റും ഉത്തരം ചന്ദ്രൻ. റെഡി. അടുത്ത ചോദ്യം 30. ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ എത്ര ദിവസം എടുക്കും? ഓക്കെ, ചുറ്റാൻ, അതിന് പറയുന്ന പേര് പരിക്രമണം എന്നാണ് അല്ലേ? എന്താണ് പരിക്രമണം? 360, 360+, 366, 365. ഓർത്ത് വയ്ക്കുക, 365 ആ 4 കാലുകൾ കൂടിയാൽ അല്ലെ, നമുക്ക് അതിന് പറയുന്ന പേരാണ് ലീപ്പ് ഇയർ എന്ന് പറയും. എന്താണ് ലീപ്പ് ഇയർ? റെഡി ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. ഉത്തരം 365. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയം എടുക്കും? നേരത്തെ പരിക്രമണമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് റൊട്ടേഷൻ ഓർ ഭ്രമണമാണ്. റെഡി. 12 മണിക്കൂർ, 24 മണിക്കൂർ, 36 മണിക്കൂർ, 48 മണിക്കൂർ. ഓർത്ത് വയ്ക്കുക, അത് 24 മണിക്കൂറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം രോഹിണി, ആര്യഭട്ട, ഭാസ്കര, ഇൻസാറ്റ്. ഏതാണ് ആദ്യം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? യെസ്, ഉത്തരം ആര്യഭട്ട. റെഡി, എന്താണ് ആര്യഭട്ട. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? നാസ, ESA, ISRO, DRDO. ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന ISRO. റെഡി. അടുത്ത ചോദ്യം, ISROയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്. ഓർത്ത് വയ്ക്കുക, ബാംഗ്ലൂരാണ്, ബംഗളൂരു ആണ് അതിൻ്റെ ഉത്തരം. ഇനി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഹോമി ജെ ബാബ, വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, APJ അബ്ദുൽ കലാം. ഓർത്ത് വയ്ക്കുക, മിസൈൽ മാൻ എന്നാണ് എങ്കിൽ അത് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് അത് വിക്രം സാരാഭായ് ആണ്. ഓക്കെ, ദെൻ യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ? CV രാമൻ, വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ഭാഭ. ഉത്തരം APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 37 നോക്കാം. യെസ്, ബഹിരാകാശത്ത് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രവീഷ് മൽഹോത്ര, രാകേഷ് ശർമ്മ, കൽപ്പന ചൗള, സുനിത വില്യംസ്. ചോദ്യം കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കണം, ആദ്യ ഇന്ത്യക്കാരൻ എന്നാണ് ഉത്തരം രാകേഷ് ശർമ്മ. റെഡി. അടുത്ത ചോദ്യം നോക്കാം നമുക്ക് കൃത്യമായി. ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയ വ്യക്തി ആരാണ്? ആദ്യമായി കാല് കുത്തിയ വ്യക്തിയാണ്. നേരത്തെ നമ്മൾ ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ബഹിരാകാശത്ത് എത്തിയതാണ്, ഇത് ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയ വ്യക്തി ആരാണ്? യൂറി ഗഗാറിൻ, ബസ് ആൽഡ്രിൻ, നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്. ഓർത്തു വയ്ക്കാം, നീൽ ആംസ്ട്രോങ് ഇസ് എ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ മനുഷ്യൻ ആരാണ്?
നീൽ ആംസ്ട്രോങ് ആണോ, യൂറി ഗഗാറിൻ ആണോ, ജോൺ ഗ്ലെൻ ആണോ, അലൻ ഷെപ്പേർഡ് ആണോ? ഉത്തരം യൂറി ഗഗാറിൻ. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന പർവ്വതത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? എവറസ്റ്റ്, മോൺസ് ഹ്യൂഗൻസ്, ഒളിമ്പസ് മോൺസ്, മോൺസ് ഹാഡ്ലി? ഉത്തരം മോൺസ് ഹ്യൂഗൻസ് ആണ് അതിൻ്റെ ശരിയായ ഉത്തരം. മോൺസ് ഹ്യൂഗൻസ് ആണ് ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന പർവ്വതത്തിന് നൽകിയിരിക്കുന്ന പേര്. ഓക്കെ, അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാൻ ആണോ, ഗ്രാനിമീഡ് ആണോ, യൂറോപ്പയാണോ, അയ്യോ ആണോ? ഉത്തരം ഗ്രാനിമീഡ്. ഓർത്തു വയ്ക്കുക, ഗ്രാനിമീഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. റെഡി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമായി നിലവിൽ അറിയപ്പെടുന്നത് ഏതാണ്? അപ്പോൾ നിലവിലുള്ള സ്ഥിതിയാണ് ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം. വ്യാഴമാണോ, ശനിയാണോ, യുറാനസ് ആണോ, നെപ്റ്റ്യൂൺ ആണോ? ഓക്കെ, ഓർത്ത് വയ്ക്കുക, വലയഗ്രഹമായ ശനിയാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ശനിയാണ്. ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ നിലവിലുള്ളത്, നമ്മൾ അറിയപ്പെടുന്നത്. ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം? ഓർത്ത് വയ്ക്കുക, ഉത്തരം ശുക്രനാണ് ഏറ്റവും ചൂടേറിയ ഗ്രഹമായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ നക്ഷത്രം ഏതാണ്? അപ്പോൾ നിലവിൽ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനാണോ, സിറിയസ് ആണോ, UY സ്ക്യൂട്ടി ആണോ, പൊളാരിസ് ആണോ? ഓർത്ത് വയ്ക്കത്, UY സ്ക്യൂട്ടി ആണ് ഏറ്റവും വലിയ നക്ഷത്രമായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 45, ചന്ദ്രന്റെ പ്രകാശം യഥാർത്ഥത്തിൽ എന്താണ്? ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്നത് അല്ലേ, ചന്ദ്രന്റെ പ്രകാശം യഥാർത്ഥത്തിൽ എന്താണ് എന്ന ചോദ്യത്തിന് 4 ഓപ്ഷനുകൾ നോക്കാം. ചന്ദ്രൻ സ്വയം പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ്, സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണ്, നക്ഷത്ര പ്രകാശമാണ്, മിന്നലിന്റെ പ്രകാശമാണ്. നമുക്കറിയാം, സൂര്യന്റെ പ്രകാശം തട്ടി അത് പ്രതിഫലിക്കുന്നതാണ് ആക്ച്വലി ചന്ദ്രന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അല്ലേ. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഓക്കെ, ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ, ചൊവ്വ, ശുക്രൻ, പ്ലൂട്ടോ? ഓർത്തു വയ്ക്കുക, പ്ലൂട്ടോ അല്ല. ഓക്കെ, പ്ലൂട്ടോ ഗ്രഹങ്ങളിൽ നിന്ന് പദവിയിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ചെറിയ ഗ്രഹം അതെ ബുധനാണ്. റെഡി, ബുധൻ. അടുത്ത ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ശുക്രൻ, ബുധൻ, ഭൂമി, ചൊവ്വ? ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധനാണ്. റെഡി. അടുത്ത ചോദ്യം, 48 വളയങ്ങൾ 48ാമത്തെ ചോദ്യം, വളയങ്ങൾക്ക് ഏറ്റവും പ്രശസ്തമായ ഗ്രഹം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലേ, അത് ശനിയാണ്. ശനിക്കാണ് ഏറ്റവും വലിയ ഗ്രഹം ഉള്ളത്, വലയഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹവർഷമുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അത് നെപ്റ്റ്യൂൺ ആണ്. ഓർത്തു വയ്ക്കുക, നെപ്റ്റ്യൂൺ ഇസ് റൈറ്റ് ആൻസർ. അവസാനത്തെ ചോദ്യമാണ് ഈ വീഡിയോയിലെ, ഇന്ത്യൻ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? അത് ചന്ദ്രയാൻ എന്നാണ്. ഓർത്തു വയ്ക്കുക, ചന്ദ്രയാൻ. അങ്ങനെ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗങ്ങളിൽ വരുന്നത് ആര്യഭട്ടയുമായി ബന്ധപ്പെട്ട്, ISRO വിക്രം സാരാഭായിയുമായി ബന്ധപ്പെട്ട്, രാകേഷ് ശർമ്മ, നീൽ ആംസ്ട്രോങ്, യൂറി ഗഗാറിൻ, ഏറ്റവും വലിയ ഗ്രഹം, ചെറിയ ഗ്രഹം, ഓക്കെ, ഏറ്റവും ചൂടേറിയ ഗ്രഹം ശുക്രനാണ്, ചന്ദ്രന്റെ പ്രകാശവുമായി ബന്ധപ്പെട്ട് നല്ല നിരവധിയായ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.